എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു. എൻ്റെ അലമാരിക്കകത്ത് ഭദ്രമായിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ യോഗം കോറൽ ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇടാനായിട്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ പട്ടായയിലാണുള്ളത്. രാവിലെ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലാലേട്ടൻ്റെ പാട്ടിട്ട് വൈബാക്കി ഇവിടെ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ ഗൈഡ് കയ്യിലൊരു നമ്പറും മാർക്ക് ചെയ്ത് പിന്നെ ഒരു ടൈയും കെട്ടി. അപ്പോൾ പട്ടായ സിറ്റിയിൽ നിന്ന് നമ്മൾ ഇന്ന് കോറൽ ഐലൻഡ് വിസിറ്റിന് പോകാനായിട്ട് ബോട്ടിൽ കയറിയിരിക്കുകയായിരുന്നു. സ്പീഡ് ബോട്ടിൽ വന്നിറങ്ങിയത് ഈ സ്ഥലത്താണ്. ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് പാരാസൈലിംഗ് നടത്തി കളയാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 2 മക്കളും എൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല. ഞാൻ ഇനി പാരാസൈലിങ്ങിന് പോയി എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് പേടിയാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഗ്യാങ് എല്ലാവരും ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തീരെ പേടി തോന്നിയില്ല. അവസാനം ഞാൻ എല്ലാവരോടും ബൈ പറഞ്ഞതേ ആ ഒരു ബലൂണിൻ്റെ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് വേണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ എന്നെ പറത്തി വിട്ടേക്കാണ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും ബോട്ടിൽ കയറി വന്നിറങ്ങുന്നത് ഒരു സ്വപ്ന ലോകത്താന്ന് പറയാം. ഞാൻ പട്ടായയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കോറൽ ഐലൻഡ്. ഈ ഹരിതാപയും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമയും സന്തോഷമൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു 10 ഇരട്ടി എനിക്കിത് ഈ ഐലൻഡ് വന്ന് കണ്ടപ്പോൾ തോന്നിയത്. ആദ്യം വെള്ള, പിന്നെ പച്ച, പിന്നെ അങ്ങോട്ട് ഡാർക്ക് നീല. എന്ത് ഭയങ്കര അടിപൊളിയാണെന്നറിയാവോ. ലൈഫിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇതുപോലത്തെ ബീച്ച് എന്ന് പറയാം. ഈ ഒരു ബീച്ചിൽ ഞങ്ങളുടെ സമയം എങ്ങനെ പോയെന്ന് അറിയത്തില്ല, അത്ര അടിപൊളിയായിരുന്നു. നമുക്കിവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ലോക്കറുണ്ട്, അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്മൂത്തിയും കുടിച്ചപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള സമയമായി. എല്ലാവരും നടക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം കൂടി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകാനായിട്ട് ഇറങ്ങുന്നത്. നമ്മൾ കടലിൽ കൂടെ നടന്ന് വേണം ബോട്ടിലേക്ക് കയറാനായിട്ട്. ഇത് എൻ്റെ ലൈഫിൽ പുതിയൊരു എക്സ്പീരിയൻസാണ്. നമ്മുടെ നാട്ടിലെ തൃക്കുന്നപ്പുഴ ബീച്ചും ആലപ്പുഴ ബീച്ചും കൊല്ലം ബീച്ചും ഒക്കെ കണ്ടുള്ള എക്സ്പീരിയൻസ് ഇന്ന് എനിക്കിവിടെ വന്നപ്പം എന്തോ എൻ്റെ മൈൻഡിൽ അങ്ങ് കയറി പിടിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ വന്നു, നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് ഇവരുടെ പാക്കേജിലുള്ള ഫുഡാണ്. മുംബൈ മസാല എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ഇന്ത്യൻ ലഞ്ചാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തായ് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതേ കഴിക്കത്തുള്ളൂ. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലോട്ടല്ലേ വരുന്നത്, അപ്പോൾ അവിടുത്തെ ഫുഡ് തന്നെയല്ലേ കഴിക്കണ്ടേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.